നമസ്കാരം. 2 തവണ നാഷണൽ കോൺഫറൻസിൽ നിന്നും നിയമസഭാ അംഗമായ ജമ്മു കാശ്മീരിലെ പ്രമുഖ ഗുജ്ജർ നേതാവ് ബിജെപിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഫറൂഖ് അബ്ദുള്ളയുടെ അടുപ്പക്കാരനായ ഹാജി മുഹമ്മദ് ഹുസൈനാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ബിജെപിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ജമ്മുവിലെ ബിജെപി ആസ്ഥാനമായ ത്രികുട നഗറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാനത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അശോക് കൗർ, പാർട്ടി മുതിർന്ന നേതാക്കളായ ദേവേന്ദർ റാണ, കുൽദീപ് ദുബെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ബിജെപിയിലേക്കുള്ള എൻട്രി. എന്തായാലും നാഷണൽ കോൺഫറൻസിൽ നിന്നും PDPയിൽ നിന്നും ഒക്കെ നിരവധി ആളുകൾ ഇനിയും ബിജെപിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ബിജെപി കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയും വലിയ അങ്കലാപ്പിലുമാണ്. നിരവധി പ്രമുഖ നേതാക്കളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഓരോ ദിവസം കഴിയും തോറും മറ്റ് പാർട്ടികളുടെ ഉന്നത നേതാക്കൾ തന്നെ, പ്രത്യേകിച്ചും പലവട്ടം MLA-മാരായിരുന്നവർ പോലും ബിജെപി പാളയത്തിലേക്ക് കൂറുമാറുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അടുത്ത തവണയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി അധികാരത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേറും എന്നുള്ള ഒരു ഉറപ്പാണ്. നിലവിൽ എന്തായാലും ജമ്മു കാശ്മീരിൽ താമര വിരിയുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.